നമസ്കാരം. നമ്മുടെ മെസ്സേജുകളിൽ വന്ന ചെറിയൊരു മാറ്റത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നിങ്ങൾക്ക് വരുന്ന എല്ലാ മെസ്സേജിന്റെ അവസാനം എസ് എന്നുണ്ടാവും, അല്ലെങ്കിൽ പി എന്നുണ്ടാവും, അല്ലെങ്കിൽ ടി എന്നുണ്ടാവും. അപ്പോൾ എന്താണെന്ന് പറയാം. അപ്പോൾ 2025 ഫെബ്രുവരിയിൽ വന്നിട്ടുള്ള അമെൻമെന്റ് പ്രകാരം, ട്രായ് കൊണ്ടുവന്നിട്ടുള്ള അമെൻമെന്റ് പ്രകാരം ഇനി മുതൽ മെസ്സേജുകൾ കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ കണ്ടന്റ്, അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് സാധാരണക്കാരനായ ഒരാൾക്ക് മനസ്സിലാകണം എന്നാണ് ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് എസ് എന്നാണെങ്കിൽ അത് സർവീസാണ്. നിങ്ങൾക്കൊരു ബാങ്ക് എന്നുള്ള സർവീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും എസ് എന്നുള്ളത്. അത് നമുക്ക് പരിഗണിക്കാവുന്ന മെസ്സേജാണ്. ഇനി നിങ്ങൾക്ക് വരുന്ന മെസ്സേജിന്റെ അവസാനം അത് പി എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് പ്രൊമോഷണൽ മെസ്സേജാണ്, അത് പരസ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആ രീതിയിലുള്ള പരിഗണന നൽകിയാൽ മതി. ഇത് കൂടാതെ നിങ്ങൾക്ക് വന്ന മെസ്സേജിന്റെ അവസാനത്തിൽ ടി എന്നൊരു ലെറ്റർ കാണാം. അതാണെങ്കിൽ ട്രാൻസാക്ഷനിലാണ്. ട്രാൻസാക്ഷൻ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ട്രാൻസാക്ഷനില്ല. നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്ന സമയത്ത്, മൊബൈൽ ബാങ്കിങ് ചെയ്യുന്ന സമയത്ത്, ഇന്റർനെറ്റ് ബാങ്കിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന OTP മാത്രമാണ് ടി എന്നുള്ള ഫോർമാറ്റിൽ വരുന്നത്. അതിപ്പോൾ OTP വരുമ്പോൾ ടി എന്നുള്ള ഫോർമാറ്റിൽ തന്നെ അല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. അതായിരിക്കും നമുക്ക് ട്രാൻസാക്ഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. കൂടാതെ 4ാമത്തെ ജി എന്ന് പറയും. ഗവൺമെന്റ് മെസ്സേജുകളൊക്കെ, ഗവൺമെന്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ദുരന്ത നിവാരണ സേന എന്ന് വരുന്ന മെസ്സേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ജി എന്ന ലെറ്റർ ആണെങ്കിൽ അത് ഗവൺമെന്റിന്റെ ആണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് കൂടാതെ 4ാമത്തെ ടൈപ്പ് ഓഫ് മെസ്സേജ് ഉണ്ട്, RCS, റിച്ച് കമ്മ്യൂണിക്കേഷൻ മെസ്സേജസ് ആണ്. അത് നിങ്ങൾക്ക് ഈ നേരെ പരസ്യദാതാവാണ് മിക്കവാറും അത് തരിക. അതിൽ EMI വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ, അത് സാധാരണ ഇത്തരം മെസ്സേജുകളൊക്കെ വരുന്നത് ഗൂഗിളിൽ നിന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ തന്നെ കയറിയിട്ട് അത് ഒരു തവണ സ്റ്റോപ്പ് ചെയ്യാൻ, അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി മെസ്സേജ് വരുമ്പം ശ്രദ്ധിക്കുക, ആദ്യത്തെ 2 ലെറ്റർ അത് സർവറിനെ സൂചിപ്പിക്കുന്നത്. ഈ സർവറിന് ആണ് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. V ആണെങ്കിൽ വോഡാഫോൺ ആണ്, B ആണെങ്കിൽ BSNL ആണ്, J ആണെങ്കിൽ ജിയോ ആണ്. അങ്ങനെ ഓരോ ആദ്യത്തെ 2 ലെറ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സർവറിനാണ് വന്നത്. എന്തുകൊണ്ടാണ്, നിങ്ങളെ കണക്ഷൻ ഏതായിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് വരുന്ന സർവർ അത് എന്തുകൊണ്ടാണ് വെച്ചാൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ബൾക്ക് SMS പ്രൊവൈഡറാണ് തരുന്നത്. അവർ പല സർവർ കൂടിയായിരിക്കും ഇത് മെസ്സേജ് അയക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഓരോ തവണ വരുമ്പോഴും ആദ്യത്തെ 2 ലെറ്റേഴ്സ് മാറി മാറി വരും. എന്നിരുന്നാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് മാത്രം. പിന്നെ വരുന്നത് നിങ്ങളുടെ സെൻട്രൽ ID ആണ്. നിങ്ങളുടെ ബാങ്കിന്റെ പേരായിരിക്കും ഉണ്ടാവുക. അല്ല, ICICI ബാങ്ക് ആണെങ്കിൽ അങ്ങനെ വരും. ഫെഡറൽ ബാങ്ക് ആണ് FED BNK എന്ന് വരും. നമ്മുടെ ബാങ്ക് ആണെങ്കിൽ RURAL BK എന്നാണ്. -S ആണെങ്കിൽ സർവീസ്, P ആണെങ്കിൽ പ്രൊമോഷൻ, T ആണെങ്കിൽ ട്രാൻസാക്ഷൻ, G ആണെങ്കിൽ ഗവൺമെന്റ് എന്ന നിർദ്ദേശങ്ങൾ എന്നാണ്. അപ്പം ഇനി മുതൽ മെസ്സേജിന്റെ ഹെഡർ കണ്ട് തന്നെ അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.